ഫുട്ബോൾ ലോകകപ്പിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ലോകം. ഇനിയിപ്പോൾ 3 ദിവസങ്ങൾ മാത്രമാണ് ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് ബാക്കിയുള്ളത്. ലോകകപ്പിന് അല്ലെങ്കിൽ ലോകകപ്പ് അടുത്തതോടുകൂടി നാടും നഗരവുമെല്ലാം ഈ ഒരു ലോകകപ്പിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. നഗരങ്ങളിലെല്ലാം തന്നെ കട്ടൗട്ടുകളും അവരുടെ ഇഷ്ട ടീമിൻ്റെ ഫ്ലെക്സുകളും നിറഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം കുമരകത്താണ്. കുമരകത്ത് 60 അടി നീളത്തിൽ ഒരു പടുകൂറ്റൻ ഫ്ലെക്സ് ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. കുമരകത്തെ തന്നെ ഏറ്റവും വലിയ ഫ്ലെക്സാണ് ഇവിടെ ഉയർന്നിരിക്കുന്നത്. അതും ഇവിടുത്തെ തന്നെ മറഡോണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ്. സംയുക്തമായിട്ട് 3 ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അർജൻറ്റീന, അതുപോലെ തന്നെ ബ്രസീൽ, പോർച്ചുഗൽ എന്നീ 3 ടീമുകളെ സംയോജിപ്പിച്ചാണ് ഈ ഒരു ഫ്ലെക്സ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ ഫുട്ബോൾ വിശേഷങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് കാണാം. എത്രത്തോളമായ ആവേശമൊക്കെ ഫുട്ബോൾ വളരെ മനോഹരമായ ആവേശം മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മഡോണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ ഏറ്റവും ഉയർന്ന ഫ്ലെക്സാണ് വെച്ചേക്കുന്നത്. ഈ കുമരത്ത് തന്നെ 60 അടി വീതിയും 6 അടി ഹൈറ്റും വെച്ചാൽ ഏറ്റവും വലിയ ഫ്ലെക്സാണ് വെച്ചേക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും സ്പോർട്സ് സംസ്കരിച്ചുള്ള പിള്ളേരാണ് ഞങ്ങളുടെ ഉള്ളവർ. മഡോണ 1986 മഡോണ ക്ലബ്ബ് രൂപീകരിക്കുന്നത്. അന്ന് ടീമിൽ കളിച്ച മഡോണ പേരും വെച്ചാണ് നമ്മൾ ഈ ക്ലബ്ബ് രൂപീകരിച്ചത്. ഇപ്പോൾ 40 വർഷമായി അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല പ്രവർത്തനം, ഞങ്ങൾ ഓരോ വേറെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് ക്ലബ്ബ് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളെല്ലാം വികാരമാണ് നിങ്ങൾ ഫ്ലെക്സ് വെക്കണമെന്ന്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇതിൽ ചെറിയതൊന്നാണ് വെച്ചത്. അപ്പോൾ നമുക്ക് ഈ 3 ടീമും സങ്കല്പി 3 ടീമും ഒത്തൊരുമയോടെ വെക്കണം നമുക്ക് ആഗ്രഹം. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫ്ലെക്സ് വെച്ചത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കഴിഞ്ഞ വെള്ളപ്പോൾ ഞങ്ങൾ ഫ്ലെക്സ് വെച്ചത്. അപ്പുറം ഫ്ലെക്സ് വെച്ചത് അത് 13 അടിയുടെ ഫ്ലെക്സാണ് വെച്ചത്. അത് 3 ടീം വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കുമരത്തെ ഏറ്റവും ടോപ്പിൽ 60 അടി 60 വീതിയുള്ള ഫ്ലെക്സ്, 60 വീതിയും 6 അടി ഹൈറ്റും വെച്ചേക്കുന്നത്. എല്ലാവരും ഒന്നിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ നമുക്ക് താല്പര്യം. അങ്ങനെയാണ് ഇഷ്ടം. അങ്ങനെയാണ് ക്ലബ്ബ് അങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കളി വരുമ്പോൾ ഒരു വീരും വരും. ഇപ്പം ഞങ്ങളുടെ ആവശ്യം, ഇപ്പം ഞാൻ പോർച്ചുഗൽ ഫാനാണ്, അർജന്റീനയാണ്, ബ്രസീലാണ്. അപ്പം എൻ്റെ ഒരു വെച്ച് നമ്മൾ പോർച്ചുഗൽ കപ്പടിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഓരോരോ ആഗ്രഹങ്ങളുണ്ട്. എന്തായാലും പോർച്ചുഗൽ കപ്പടിക്കും, അത് ഉറപ്പാ. സിയാസ കൊണ്ടുപോകും. ഇത്തവണ ആരായിരിക്കും? അർജന്റീന വാമോസ് ആണ്. നമ്മളെ ഫ്ലെക്സിനകത്തൊന്നും കാര്യമില്ല, ഒരുമിച്ച് വെച്ചാൽ കാര്യമില്ല. കളി വരുമ്പോൾ മാറും. പിന്നെ ഉറപ്പായിട്ട് ഇത്തവണ കപ്പ് നിലനിർത്തും. എങ്ങനെയുണ്ട്? ബ്രസീൽ കൊണ്ടുപോകും. ബ്രസീൽ തന്നെ കൊണ്ടുപോകും. എന്താണ് അത്ര ഒരു കോൺഫിഡൻസ്? വശം കൊണ്ടുപോകും. വേറെ ഞങ്ങൾക്ക് ഇത്തവണ ഞങ്ങളുടെ ടീമിന് കപ്പ് കിട്ടിയിട്ടില്ല. ഇപ്പൊ സിയാർസാൻ കപ്പ് എടുത്ത് വിരമിക്കണം ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. ബാക്കി 2 ടീമിനും കപ്പുണ്ട്. ബ്രസീലിൻ്റെ ആയാലും അർജന്റീനയും കപ്പുണ്ട്. ഞങ്ങളുടെ സിയാർസാൻ കപ്പെടുത്ത് ഞങ്ങളുടെ ഒരാൾ മരിച്ചുപോയി, ജിയാഗ ചോട്ടെന്ന് വിളിച്ചു. ഈ കപ്പ് ഈ ടീം ജയിക്കുവാണെങ്കിൽ ആ കളിക്കുന്ന പൈസ മൊത്തം ചോട്ടയ്ക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും വലിയ ആഗ്രഹം കപ്പടിക്കുന്നത്. പുള്ളിയുടെ അവസാനത്തെ കളിയാണ്, ഏറ്റവും വലിയ ആഗ്രഹമാണ്. പുള്ളി കപ്പടിച്ച് തന്നെ മടങ്ങണം ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ പറയുന്നത്. ഇതിഹാസങ്ങളായ മെസ്സിയുടെ എല്ലാം അവസാനത്തെ 3 പേർ അവസാനത്തെ കളി പ്രത്യേകിച്ച് നേടാനുള്ള എല്ലാം തീർത്ത് ജയിക്കുക. നമ്മൾ നിലവിൽ നമ്മുടെ ക്ലബ്ബിൽ എന്ന് പറഞ്ഞൊരു 10-100ഓളം ആൾക്കാരുണ്ട്. നമ്മുടെ യുവാക്കൾ ചേർന്നൊരു ക്ലബ്ബാണ്. അപ്പം ഇതിനകത്ത് പല ടീം, ഈ പറഞ്ഞ 3 ടീമുമായിട്ട് വിഭജിച്ചിരിക്കുകയാണ്. കാര്യം കളിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോരണ്ടെങ്കിലും ക്ലബ്ബിൽ എല്ലാവരും ഒത്തൊരുമയാണ്. ഞങ്ങളൊക്കെ പറങ്കപ്പെട്ട ആൾക്കാർ. ഇത്തവണ ഞങ്ങൾ കഴിഞ്ഞോണ കപ്പിനും ചൂടിനും ഇടയ്ക്ക് പോയ ആ ലോകകപ്പ് കിരീടം ഇത്തവണ ഞങ്ങൾ പുള്ളിക്ക് കൊടുത്തിരിക്കും എന്നുള്ളത് ഞങ്ങൾ ആത്മവിശ്വാസം അതാണ്. ഇത്തവണ കപ്പടിച്ചിത്രയും പേര് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ബാക്കി ഒരു 10-75 പേരോളം ഉണ്ട്. അവരുടെ ഒരു ഭയങ്കര ഒരു കഠിനാധ്വാനത്തിന്റെ മാത്രം ഫലം. ഒത്തിരി ചാരിറ്റി വരെ നമ്മൾ ഇത് ഒരു ദിവസം കൊണ്ട് ഇന്നലെ ഒരാഴ്ചയോളം ആയി പണി തുടങ്ങിയിട്ട് ഇതിന്റെ പണിപ്പുരയിൽ ഒരാഴ്ചക്ക് മേളിലായി. ഇപ്പം കഴിഞ്ഞ ഇന്നലത്തോണ്ടാണ് നമ്മളിത് പൂർത്തീകരിച്ച് ഇവിടെ വെക്കുവാൻ സാധിച്ചത്. നമുക്ക് എന്തായാലും ഇത്തവണ ലോകകപ്പ് ഒരു മാസ്മരിക ലോകകപ്പായിരിക്കും. ഞങ്ങളുടെ ക്ലബിന് തന്നെ പല 3 ടീമും വളരെ ആവേശത്തിലാണ്. ഏത് ടീം കൊണ്ടുവരുന്നുള്ള ഒരു തർക്കത്തിൽ തന്നെയാണ്. പക്ഷെ എന്നാലും ഞങ്ങളുടെ ക്ലബിന്റെ ഒരു അഭിമാനമാണ്. പക്ഷേ ഏത് ടീം വെച്ചാലും നമ്മൾ ഫ്രെയിം വെക്കും. ഏത് ടീമാ ഫൈനൽ വരുന്നത്, അത് പോർച്ചുഗൽ ആയാലും ബ്രസീൽ ആയാലും അർജന്റീന ആയാലും ഏത് ടീമാ ഫൈനൽ വരുന്നത് നമ്മുടെ ക്ലബിന്റെ അവിടെ വലിയ സ്ക്രീൻ ഞങ്ങൾ വെച്ചിരിക്കും. എല്ലാ ദിവസവും ഉണ്ടാകും, ഫൈനൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഞങ്ങൾ ഇന്ത്യയിലെ വേൾഡ് കപ്പ് ഞങ്ങൾ ഫ്രെയിം വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഇത് നമ്മളൊരു ഒത്തൊരുമയോടെ കേരള ബസ് കളി വന്നാലും ഏത് ടീമിന്റെ കളി വന്നാലും ഞങ്ങൾ ഫൈനൽ തന്നെ ആകുമ്പോൾ ഞങ്ങൾ ഫ്രെയിം വെക്കും. എല്ലാവരും ഒത്തൊരുമയോടെ എല്ലാവരും കൂടി ഈക്വൽ ഷെയർ ആയിട്ടാണ് ചെയ്യുന്നത്. ഒരു 75 പേരുടെ ഹാർഡ് വർക്കാണ് ഇപ്പോൾ ഈ കാണുന്നത്. 1 വീക്കായി ഇതിൻ്റെ ഫോട്ടോ ഡിസൈൻ ചെയ്യുന്നത്, ഫോട്ടോ സെലക്ട് ചെയ്യുന്നത് എല്ലാം 1 വീക്കായി കോട്ടത്തോടെ ചെയ്യിച്ചത്. മൊത്തത്തും എല്ലാവരും കൂടെ ആവേശം സെറ്റ് ചെയ്താണ്. കളി കാണണം, കളി ജയിക്കണം. 3 കളി, ഒരാൾക്ക് 3 കളിയുണ്ട്. കളി ജയിക്കണം, കപ്പടിക്കണം എന്ന് വിചാരം മാത്രമേ ഉള്ളൂ. മെസ്സി ഉണ്ടല്ലോ, പിന്നെ നമ്മൾ ആരെയാണ് ഉപയോഗിക്കുന്നത്? മെസ്സിയുടെ മേളിൽ വെക്കാവുന്ന ഒരാളുണ്ടോ? അർജുന പഠിക്കും, മെസ്സി അടിക്കും, ഇത്തവണ അടിക്കും. ഇത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണ് മെസ്സി. കൂടുതലും അർജന്റീനയും പോർച്ചുഗലും ഒപ്പം നിൽക്കുന്നത്. 2-3 പേര് കൂടുതൽ മാത്രമേ ഉള്ളൂ ബ്രസീലിനും അർജന്റീനയ്ക്കുള്ളൂ. ബാക്കിയെല്ലാം സമസമയാണ് നിൽക്കുന്നത്. എന്തായാലും സിയാസ ഒറ്റയ്ക്കായാലും കപ്പടിച്ചിരിക്കും. അത് മതി നമുക്ക്.